ക്രിസ്തുവിന്റെ പീഡാനുഭവ സമയത്ത് അവിടുത്തെ മുറിവുകളിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരുരക്തത്തുള്ളികളുടെ എണ്ണം 28,430 ആയിരുന്നുവത്രേ. ഇതിൽ നിന്നാണ് ഈശോയുടെ തിരുരക്തത്തോടുള്ള വണക്കം ആരംഭിച്ചത്. ഈശോയുടെ തിരുരക്തത്തോടുള്ള വണക്കം ആദ്യമായി നടത്തിയത് പരിശുദ്ധ കന്യകാമറിയമാണ്. ഛേദനാചാരം നടത്തിയപ്പോൾ ഉണ്ണീശോ ചിന്തിയ രക്തത്തുള്ളികളായിരുന്നു ഇതിന്റെ കാരണം. ഈശോയുടെ തിരുരക്തത്തോട് നമുക്ക് വണക്കമുള്ളവരായി മാറാം. ഈശോയുടെ തിരുരക്തമേ, എന്നെയും ലോകം മുഴുവനെയും കാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. കാരുണ്യവാനും ക്ഷമാശീലനുമായ കർത്താവേ, അങ്ങേ ഇടത് തൃപ്പാദത്തിലും വലത് തൃപ്പാദത്തിലും അങ്ങേ ഇടത് തൃക്കൈയിലും വലത് തൃക്കൈയിലും അങ്ങേ തിരുവിലാവിലുമായേറ്റ 5 തിരുമുറിവുകളെ ഞങ്ങൾ വണങ്ങുന്നു. ഞങ്ങളുടെ നിത്യരക്ഷയ്ക്ക് വേണ്ടിയാണ് ഈ മുറിവുകളേറ്റതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. എത്രമാത്രം കനിവോടെയാണ് അങ്ങിതെല്ലാം സ്വയം വരിച്ചതെന്ന് ഞങ്ങൾ അറിയുന്നു. ദുസ്സഹമായ വേദനകൾ സഹിച്ച അങ്ങ് ഈ തിരുമുറിവുകളിൽ നിന്നൊഴുകിയ രക്തം കൊണ്ട് ഞങ്ങളുടെ ഘോര പാപങ്ങൾ കഴുകിക്കളയുകയായിരുന്നു. അങ്ങയുടെ പ്രാണൻ ഒരു ദിവ്യബലിയായി പരമപിതാവായ ദൈവത്തിന് അർപ്പണം ചെയ്യുകയായിരുന്നു. അങ്ങേ തിരുമുറിവുകളിൽ നിന്നൊഴുകിയ തിരുരക്തം വഴി പാപമുക്തി വരിച്ച് ഞങ്ങൾ നിത്യ സൗഭാഗ്യം അനുഭവിക്കാൻ ഇടയാകട്ടെ. ആമേൻ.